ഇതല്ലേ വീട് പറഞ്ഞ്? ഇത് തന്നെയാണല്ലോ. നടന്നു പോയെങ്കിൽ പറമ്പത്ത് നിന്ന് എത്ര നടക്കാണ്ട്. ദിവസം ഇവിടുന്ന് കോളേജിൽ പോകണമെങ്കിൽ കുറേ നടക്കണം. എന്നാലും വേണ്ടിയില്ല ഒരു വീട് കിട്ടി തന്നെ ഭാഗ്യം. ആരും കാണുന്നില്ലല്ലോ. ബെല്ലടിച്ച് നോക്കാം. ആരാണ് ഈ സമയത്ത് ബെല്ലടിക്കാൻ? നല്ല അടിപൊളി വീടൊക്കെയാ. റെന്റിന് കൂട്ടി പറയൊന്നുമില്ലായിരിക്കും. ആരേനു? എന്താ മോളെ? ചേച്ചി, ഞാൻ ഇവിടെ പെയിൻറ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ വന്ന ആളേനും. രവീന്ദ്രേട്ടൻ പറഞ്ഞിട്ട് വന്നാ. അയ്യോ എൻ്റെ മോളെ, ഇവിടെ പെയിൻ്റ് അടിക്കാനൊന്നുമില്ല. ഈ അടുത്തല്ലേ പെയിൻ്റ് അടിച്ച്, വീട്ടിൽ കൂടല്ല. എൻ്റെ 2 മാസമായിട്ടുള്ളൂ. തീരെ ഒന്നും ആയിട്ടില്ല. മോള് ഇതിൻ്റെ ബ്രോക്കറാ പെയിൻറ്റിൻ്റെ? അയ്യോ ചേച്ചി, ഞാൻ പെയിന്റ് അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇവിടെ പെയിന്റ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്നെന്നാ പറഞ്ഞത്. അയ്യോ എൻ്റെ മോളെ, ഇവിടെ താമസിക്കാനോ? ഇവിടെ ഇപ്പോൾ വലിയ സമ്മതിക്കാനോ എനിക്ക് തോന്നില്ലേ. അല്ല, മോക്ക് പൊരയും കുടിയൊന്നുമില്ല? അയ്യോ ചേച്ചി, ഞാൻ വെറുതെ താമസിക്കാൻ വന്നതല്ല. റെന്റ് കൊടുത്തിട്ട് താമസിക്കാൻ, അതായത് വാടകയ്ക്ക് പെയിന്റ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നത്. രവിയേട്ടൻ പറഞ്ഞു ഏൽപ്പിച്ചതാ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെ വേറെ ആരുമില്ലേ ചേച്ചി? ഇവിടെ മോളുണ്ട് മോളെ. മാസത്തിൽ കൂലി തന്ന് താമസിക്കാനല്ലേ? എന്നാൽ എനിക്കറിയില്ല മോളെ. ഇവലെ അറിയണ്ടാവും. ഞാൻ മോളെ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ ചേച്ചി, ഒന്ന് വിളിക്കോ? എന്നാൽ മോളിങ്ങോട്ട് കയറി കുത്തിരിക്ക്, ഞാൻ ഓലെ വിളിക്കാം. എന്ത് പെണ്ണുങ്ങളാണ് ഈശ്വര, ഇതുപോലത്തെ അടുത്താണോ താമസിക്കേണ്ടേ? മോളെ, അച്ചോ മോളെ. എന്താ ചെമ്മേ? അത് മോളെ, അച്ചോ ഏതോ ഒരു കുട്ടി താമസിക്കാൻ വരാന്ന് അറിഞ്ഞോ? അയ്യോ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ ഗസ്റ്റ് വരുമെന്ന്. എന്നാ കുട്ടി കൊലായിൽ വന്ന് കുത്തിരിക്കുന്നുണ്ട്. മോളൊന്ന് നോക്ക്. ആ, അഞ്ചു അല്ലേ? അതെ, 5. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വരുമെന്ന്. റൂം മേലെ ആട്ടോ, അവ കാണിച്ചു തരാം. ആയിക്കോട്ടെ, വരാം. വരീട്ടോ. ഇതാട്ടോടാ റൂം. പിന്നെ ഇതാ കബോർഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഓക്കെ. എടാ, ഞാൻ ലഗേജ് ഒന്നും എടുത്തിട്ടില്ല. അത് കോഴിക്കോട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ അവൻ വരുമ്പോൾ എടുക്കാൻ പറയാം. നീ എവിടെ ലഗേജ് വെച്ചേ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചേ. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. നീ റെസ്റ്റ് എടുക്കട്ടോ. അല്ല മോളെ, എത്ര മാസത്തെ കൊടുക്കാന്ന് പറഞ്ഞത്? അത് ഫുഡ് അടക്കം 10,000 ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു നോക്കണം. 10,000 ഉറുപ്പ്യോ? ഈ ഒരു മുറിക്കോ? ഫുഡ് ഇപ്പം എന്ത് ഇവിടെ വെക്കുന്ന എന്തേലും തിന്നാൻ തരുമല്ലോ ഉള്ളൂ. എന്നാലും 10,000 അധികം മോളെ. ഇവിടെ പതിനാത്രൊന്നും ഇല്ലല്ലോ. ചേച്ചി, വീട് കിട്ടാനില്ല. ഇതന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതാ. ഒന്നാമത് എനിക്ക് കോളേജിൽ പോയി വരാൻ ഏകദേശം കുഴപ്പമില്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്തത്. പിന്നെ എമൗണ്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. ചേച്ചി ഇവിടുത്തെ ആരാ? ഞാനല്ല ഇവിടുത്തെ ഗൃഹനാഥ. ഇതൊക്കെ എഞ്ച തന്നെയാ. എന്നിട്ട് എന്തേ ചേച്ചി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ? ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് വരുന്നത്, ഈ എമൗണ്ട് ഫിക്സ് ചെയ്തതൊന്നും. അത് പിന്നെ ഞാൻ അങ്ങനെ ഒന്നിലും ഇടപെടല്ല. അതുപോലെ മോനും മരുകൾ എൻ്റെ ആയിക്കോട്ടെ വിചാരിച്ച. അതുകൊണ്ടാണ് ഞാൻ അറിയാഞ്ഞ. പിന്നെ അച്ഛമ്മോളോട് മറന്നു അയക്കും പറയാ. ചേച്ചി, എനിക്കൊന്ന് ഫ്രഷ് ആവേണ്ടിയിരുന്നു. അതിനെന്താ, മോള് ഫ്രഷ് ആയിക്കോ. ബാത്റൂം അല്ലേ അവിടെ? എന്താ, ഞാൻ ഇവിടെ കുത്തിരിക്കോ. ഇത് വല്ലാത്തൊരു കുരിശായല്ലോ. അല്ല ചേച്ചി, എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. ചേച്ചിക്ക് ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? പുറത്തേക്ക് പോകാനായിരുന്നു. എന്നാൽ ഞാൻ പോകാം. മോള് റെസ്റ്റ് എടുത്തു.
പോയി സാധനം. ഇനി വരുന്നതിന് മുമ്പ് വായിലടച്ചേക്കട്ടെ, എന്തെങ്കിലും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരും. എന്തിൻ്റെ അഹങ്കാരം, എന്ത് പെയിൻ കസ്റ്റ്, എവിടെയുള്ള മയക്കുമരുന്നൊക്കെ കൊണ്ട് നടക്കുന്നേറ്റുകളായിരിക്കും. ആർക്കറിയാം, ചോദിക്കാൻ പറയുകയും ചെയ്യാണ്ട് ഓരോന്നങ്ങ് ചെയ്യും. 10,000 ഉറുപ്പ്യ ഇട്ടല്ലോ, പെണ്ണിനോട് പറയണം ഇഞ്ച കയ്യിൽ തരാൻ, വിറ്റാൻ പറ്റൂലല്ലോ. പിന്നെന്താക്കാനായി, എന്ത് റെസ്റ്റ് എടുക്കല്ലോ. കാണുന്നു, കാണുന്നില്ലല്ലോ. അയ്യോ, ലഗേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. പറയട്ടെ പോയി. അല്ല മോളെ, മാറാലുണ്ടായിട്ട് ഞാനതിങ്ങനെ തട്ടാൻ നോക്കുകയായിരുന്നു. ഓ, എന്തൊരു ശല്യം. ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. ഒരു വീട് കിട്ടിയപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു കുരിശ്. എടാ, നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ഒന്ന് തരുമോ, ആ ലഗേജ് എടുക്കുന്നേ? ആടാ ഞാൻ തരാം, ഞാൻ വാട്സാപ്പിൽ ഇട്ട് തരാം കേട്ടോ. ആ ആയിക്കോട്ടെ, എന്നാൽ ശരി, ഞാൻ റൂമിലുണ്ടാവും. മോശം പെണ്ണെ കണ്ടു. പെണ്ണിപ്പം തന്നെ പാഞ്ഞ് വായിലോർക്കുന്ന ആർക്ക് ഓർമ്മയുണ്ട്? പെണ്ണെന്താക്കാന്നൊന്ന് ഒളിഞ്ഞു നോക്കിയേ. സാരല്ല, എന്താന്ന് പിന്നെ അറിയാം. ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം എന്തോ ചമയ്ക്കാനറ്റാൻ വായിലടച്ചായി. കുരിശ് താഴോട്ട് പോയില്ലാന്ന് തോന്നുന്നു. വേഗം അകത്ത് കയറി വായിലടക്കട്ടെ, അവിടെ തന്നെ ഉണ്ട്. ഇത്തിരി ചൂടാ. ഒന്ന് അർജുനെ വിളിക്കട്ടെ, കുറച്ച് ദിവസമായില്ല അവനെ വിളിച്ചിട്ട്. മോളെ ഒന്ന് അടിച്ചേരട്ടെ, ഒന്ന് അടിച്ചേരയില്ലാന്ന് തോന്നുന്നു. ആ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ 2 മണിക്കൂർ അടിച്ചു തരാനാണ് ഇവിടെ നിൽക്കല്ലോ. പക്ഷേ ഹലോ അർജു. ഈ എന്താടാ 2 ദിവസമായിട്ട് വിളിക്കാൻ ഞാൻ? ആണോ? അതില്ലേ, അല്ലടാ അതിപ്പോൾ എവിടെ കിട്ടുക? അടാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പുറത്തേക്ക് നിൽക്കട്ടെ. അത് തന്നെ എവിടെയാ കിട്ടുക എന്ന് ചോദിച്ചെന്താ, ഏതോ ചെക്കൻ ഇങ്ങോട്ട് കൊണ്ടാ കൊടുക്കാൻ മതിയോ? എന്തോ മയക്കുമരുന്നോ പൊടിയോ എന്തെല്ലാം അല്ലേ ഇപ്പോൾ. പണ്ടേ ഞാൻ പറഞ്ഞ ഇവിടെ ഒരാളെയും കയറ്റരുത്, വെറുതെ അല്ല കാര്യം എന്നോട് മിണ്ടാണ്ട് ഒളിച്ചു വെച്ച്. പെണ്ണിൻ്റെ കൈമിൽ അതല്ല, ഇവിടുത്തെ അച്ഛനെയും കൂടി പെണ്ണിനെ സ്വയ്പ്പാക്കൂലേ. ഇപ്പോഴത്തെ എണ്ടിയമ്മോ എട്ടിയമ്മോ എന്തെല്ലാം ഇല്ലേ. ചേച്ചി ഇതുവരെ അടിച്ചാരി കഴിഞ്ഞില്ലേ? മോളെ ഏതായാലും മെഷീനൊന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ നോക്കി അടിച്ചാരി കൊണ്ടുപോകാറുണ്ടേ, ഇപ്പം കയ്യും. മിഷൻ അല്ല എന്നുള്ള എനിക്കറിയാം, അത് ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പം വന്നാലും റൂമിൽ 24 മണിക്കൂർ ഒരു പ്രൈവസി ഇല്ലാണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൈവസി രഞ്ജാ പറയാ. വീടൊക്കെ നിങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ ഈ റൂമുണ്ടല്ലോ ഞാനിപ്പോൾ റെൻറ്റ് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടേ ഇതിപ്പോൾ എൻ്റെ സ്വന്തം തന്നെയാണ്. പിന്നെ അധികം ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ വീട് നോക്കേണ്ടി വരും. അതിനെ വേറെ നോക്കിക്കോ, ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തല്ല എവിടെയാ കൊണ്ടാക്കുക, എവിടെയാ കിട്ടുക, ഓരോരുത്തരെ വിളിച്ചു വയ്ക്കുക. നിങ്ങളെ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഫോൺ ചെയ്യുന്ന അവിടെ ഇവിടെ ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് വേണ്ടാത്തവരൊന്ന് പറയുന്നോ? എന്തായാലും മതി, എനിക്കിനി ഇവിടെ താമസം വേണമെന്നില്ല. വന്ന അന്ന് തന്നെ എനിക്ക് മടുത്തതാ. പിന്നെ ഞാൻ വേറെ എവിടെയും കിട്ടാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേന്നുള്ളൂ. ഇന്നലെ അച്ഛനെ കാണട്ടെ, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോകും. എന്തൊരു സൂര്യക്കേടോ. എടാ അച്ചു. എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനേ ഇന്നിവിടെ വെക്കേറ്റ് ചെയ്യാം. എന്തു പറ്റി? എൻ്റെ മോളെ എൻ്റെ അച്ഛമ്മനെ കൊണ്ട് സഹി കെട്ട് ഒരു പ്രൈവസി എനിക്ക് ഈ വീട്ടിൽ തരുന്നില്ല. 24 മണിക്കൂർ അടിച്ചു വരാനും അതും ഇതും പറഞ്ഞ റൂമിൽ തന്നെയാണ്. എനിക്ക് എന്തൊക്കെ പ്രൈവസി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു കാര്യം ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് തന്നെ വെക്കേറ്റ് ചെയ്യാം. ഈശ്വര, ഈ അച്ഛമ്മ ഇങ്ങനെയാണ്.
ഈ എന്താക്കിയാലും വേണ്ടില്ല, അച്ഛമ്മനെ മാറ്റുമോ മാറ്റാണ്ടൊക്കെ എന്താ ചെയ്തോ, പക്ഷെ ഞാൻ ഇന്ന് വെക്കേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. എന്നാൽ ശരി, ബൈ. ഈശ്വര, ഈ അച്ഛമ്മേനെ കൊണ്ട് ഇങ്ങനെയാണല്ലോ, എന്താപ്പ ചെയ്യാ. അച്ഛമ്മക്ക് ഞാൻ കൊടുക്കാം. അച്ഛമ്മേ, എന്തേ മോളെ? നിങ്ങളെ കൊണ്ട് എന്ത് സ്വൈരക്കേടാണ്. ഓടെ പറഞ്ഞയച്ചപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ? ബാക്കി അച്ഛൻ വന്നാ അങ്ങോട്ട് കേട്ടോണ്ടി, എനിക്കിനി ഒന്നും പറയാനില്ല. അച്ഛൻ വന്നപ്പോൾ എന്ത് കേൾക്കാനാ? പിന്നെ പറ്റാ മോനല്ലേ, ഒന്നും പറയുന്നു. ചാടിത്തോളി പോകുന്നട്ടാ വിചാരിക്കും, തോളാ പോരേറ്റ. പിന്നെ ഒരു പെയിന്റ് കസ്റ്റ്, എന്തായാലും വേണ്ടില്ല. അപ്പം പെണ്ണ് പോയല്ലോ, MDMA എന്തെല്ലാം ഉള്ള ഒരു പെണ്ണ്.